നോക്കിപ്പോടാ. നോ ഹണി ഡ്രോപ്സ്. കാശാണ് ജീവിതം, ജീവിതമാണ് കാശ്. കാശില്ലെങ്കിൽ ജീവിതമില്ല. കാശ് എടാ കള്ളുകൂടി മാറി നോക്കിപ്പോടാ, നോക്കിപ്പോടാ. എടാ എടാ കള്ളു കുടിച്ചിട്ട് വണ്ടി ഓടിക്കരുത്. ഡോണ്ട് ഡ്രങ്ക് ആൻഡ് ഡ്രൈവ്. ക്യൂട്ട് പിള്ളേര്. എടാ ബെഡ്ഷീറ്റ് തലേ ഹായ്. അങ്ങയുടെ പോസ്റ്റർ പോലും ഹെൽപ്ഫുള്ളാ. സേവ് ചിൽഡ്രൻ. കാശ് കിട്ടാതെ ഞാൻ ജോലി ചെയ്യില്ല. ഓക്കെ. പൂജ തുടങ്ങാമല്ലോ അല്ലേ? ഓം ശുക്ലാംബരധരം വിഷ്ണു. പൂജ നടത്തണ്ടേ മോളെ? ശരി ചെയ്തോ. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജ. അയ്യോ തിരുമേനി, പൊട്ട് വെക്കണ്ടേ? ചെയ്തോ. എന്തു പറ്റിയടി? 1000 തവണ അപേക്ഷിച്ചിട്ട് 1000 കാരണങ്ങൾ പറഞ്ഞ അച്ഛന്റെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിയെടുത്തത്. ഇതിനെന്തെങ്കിലും സംഭവിച്ച പിന്നെ അതോടെ തീർന്നു. നീ ഇങ്ങനെ അനാവശ്യമായിട്ട് ടെൻഷൻ അടിക്കാതെ. എന്തിനാ ഇങ്ങനെ കിടന്ന് ഒച്ച ഉണ്ടാക്കുന്നേ? കുറച്ച് ഒരിത്തിരം കൂടി മതിയല്ലോ അല്ലേ? കുറച്ചും കൂടി. ഇതൊക്കെ ഇത് ഒരുപാട് പ്രത്യേകതയുള്ള മുഹൂർത്തമാ. ഇനി മുതൽ ഈ വണ്ടിയുടെ രാശിയും മോളുടെ രാശിയും ഒക്കെ അങ്ങോട്ട് മാറാൻ പോവാ. രണ്ടുപേരും ഭഗവാനെ മനസ്സറിഞ്ഞ് നന്നായി തൊഴുതോളൂ കേട്ടോ. പ്രാർത്ഥിച്ചോളോ. അയ്യോ എന്താടി ഇത്? എടോ വണ്ടി ഇടിപ്പിച്ചിട്ട് നിർത്താതെ പോകുന്നോ? ഞാൻ ഫോട്ടോ എടുക്കോടെ അവിടെ. അവിടെ എടി നമ്പർ നല്ലോണം ഫോക്കസ് ചെയ്യ്. ഓക്കേ ഓക്കേ ബൈ. അയ്യോ ഇനി എന്താ ചെയ്യാ? ഹലോ ഹലോ മോനെ. അമ്മേ, എന്തൊക്കെയുണ്ട് മോനെ? എങ്ങനെ ഇരുന്നോ അതുപോലെ തന്നെ ഉണ്ട്. അതെനിക്കറിയാം, നീ അങ്ങനെ തന്നെ ഇരിക്കുള്ളൂന്ന്. നല്ല പ്രായത്തിൽ ഒരു പെങ്കൊച്ചിനെ കണ്ടുപിടിച്ച് നിന്റെ കല്യാണം നടത്തിയിരുന്നെങ്കിലേ കൃഷ്ണ കൃഷ്ണ എന്ന് പ്രാർത്ഥിച്ച് ഇവിടെ എനിക്ക് ഇരുന്നാ മതിയായിരുന്നു. അമ്മയ്ക്ക് മരുമോളെ കെട്ടിക്കഴിഞ്ഞാൽ കൃഷ്ണനെ വിളിച്ചോണ്ടിരിക്കാം. ഞാൻ പെണ്ണ് കെട്ടി അയ്യോ അമ്മയെന്ന് വിളിച്ച് നടക്കേണ്ടി വരും. ഈ ജന്മം ഞാൻ കല്യാണം കഴിക്കുന്നില്ല. ഓഹോ, അപ്പൊ ഞാൻ ചത്താലോ നടക്കാൻ പോകുന്നില്ല. എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ? അമ്മയൊന്ന് ക്ഷമിക്ക്, ഞാൻ കല്യാണം കഴിച്ചോളാം. എത്ര നാളെന്ന് വെച്ചാ ക്ഷമിക്കാം. എത്ര നാളെ എന്റെ പുറകെ നടക്കണം? സുന്ദരനായി നല്ല അമൂൽ ബേബി പോലെ ഇരുന്ന ചെറുക്കനാ ഇപ്പൊ വെയിലും കൊണ്ട് കറുത്ത കരിക്കട്ട പോലെയായി. ഇനി ഇതുപോലെ പോയി നിന്നെ ആര് വന്ന് കെട്ടാനാ? എന്റെ അമ്മയെ ടോർച്ചർ ചെയ്യല്ലേ. കല്യാണം കഴിക്കണം, അത്രയല്ലേ ഉള്ളൂ. മഹാലക്ഷ്മി പോലെ ഒരുത്തി കെട്ടിക്കോളാം, അതുപോലെ. ഓൾഡ് ഫാഷനാടാ. സന്തൂർ മോമിനെ പോലത്തെ ഒരു പെങ്കൊച്ചിനെ മതി എനിക്ക്. ദേ വന്നമ്മേ. ആരാടാ? സന്തൂർ മോം. അമ്മ വെച്ചേ. എന്താ ഇയാളിങ്ങനെ? ഓ ഹലോ, എക്സ്ക്യൂസ് മീ. യെസ്, വാട്ട് കാൻ ഐ ഡു ഫോർ യു?
ഇവക്കൊരു പയ്യനെ കണ്ടുപിടിക്കണായിരുന്നല്ലോ. അപ്സരസ് പോലിരിക്കുന്ന ഈ പെൺകുട്ടിക്ക് വേണ്ടി ഗന്ധർവനെ പോലിരിക്കുന്ന ഒരു പയ്യൻ റെഡി ആയിട്ടിരിക്കുക. ആണോ? അപ്പൊ പൃഥ്വിരാജനെ പോലെ ഉണ്ടാവും. അത്രയും കളർ മതിയാ? അപ്പൊ ജയസൂര്യ പോലെയാ? അത്രയ്ക്കും ചെറുതാ? അപ്പൊ ടൊവിനോയെ പോലെയാണോ? അത്രയ്ക്ക് ലോ എനർജി മതിയാ? പിന്നെ എങ്ങനത്തെ ആളാ? പറയുന്നില്ല, കാണിച്ചു തരാം. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും സൂപ്പർ ആയിരിക്കും. ഇവൻ തന്നെ. ഇത് നിങ്ങളല്ലേ? ഇറ്റ്സ് മീ. ആക്ച്വലി പണ്ട് ഞാൻ ഇതുപോലെ തന്നെ ആയിരുന്നു. പിന്നെ നമ്മുടെ നാട്ടിലെ പൊല്യൂഷൻ ഇൻക്രീസ് ആയപ്പോ എന്റെ കളർ കുറച്ച് ഡിക്രീസ് ആയിപ്പോയി. അതാ. അയ്യോ, അതെനിക്ക് അപ്പോഴേ തോന്നി. ചേടാ, കൃത്യമായിട്ട് മനസ്സിലാക്കി കളഞ്ഞല്ലോ. എന്ത് സ്മൂത്താ. ശരി ശരി, നിങ്ങളുടെ പേര് മെയ്ഡ് ഫോർ ഈച്ച് അതർ പോലെ തന്നെയുണ്ട്. ഞാൻ മുന്നിൽ നിന്ന് ഈ കല്യാണം നടത്തി തരാം. പക്ഷേ ഒരു ചെറിയ സഹായം ചെയ്തു തരണം. ഇയാള് ഇപ്പൊ എവിടെ ഉണ്ടെന്ന് പറയാൻ പറ്റോ? പ്ലീസ്. ഇവനെ അന്വേഷിച്ച് വന്നതാണോ? നാട്ടുകാർ മൊത്തം ഇവനെ തേടിയാ വരുന്നത്. ഇവൻ എവിടെ നോക്കിട്ട് എന്താ കാര്യം? പോയാ ജനതാ പാൽ അന്വേഷിക്കും. ശരി ശരി ശരി, വാ. ഹായ് പ്രിയ, എന്തു പറ്റി? ഇന്ന് എന്നെക്കാളും നേരത്തെയാണല്ലോ. എനിത്തിങ് സ്പെഷ്യൽ? എന്താ ഡള്ളായിരിക്കുന്നത്? അത് പിന്നെ എന്റെ അച്ഛൻ വേറൊരു പയ്യന്റെ കൂടെ കല്യാണം നടത്താൻ തീരുമാനിച്ചു. ഏയ്, ആർ യു കിഡിങ് മീ? ആ, ഇതൊന്നും കേട്ട ഞാൻ അങ്ങനെ ഷോക്കാവല്ലോ മോളെ. ബി സീരിയസ് പ്രേം. എന്റെ ദൈവമേ, എന്തൊരു അഭിനയോടെ ഇത്. ജസ്റ്റ് ഷട്ട് അപ്പ്. സോറി പ്രിയ, നമുക്കിപ്പോ എന്താ ചെയ്യാൻ പറ്റാ? എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? നീ തന്നെ പറയ്. നിന്റെ വീട്ടിൽ കയറി ഒന്ന് സംസാരിക്കാനുള്ള ധൈര്യം എനിക്കില്ല. ഒരുപക്ഷെ സംസാരിച്ചു കഴിഞ്ഞാൽ അവർ ഈ കാര്യം സമ്മതിക്കുമെന്ന് ഉറപ്പില്ലല്ലോ. ഇനിയിപ്പോ നമ്മൾ രണ്ടുപേരും പോയി രജിസ്റ്റർ മാരേജ് ചെയ്തു കഴിഞ്ഞാലും പിന്നെ നിന്റെ അച്ഛൻ നമ്മളെ വെറുതെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അതൊന്നും അറിയില്ല പ്രേം. കളയാൻ സമയമില്ല. നമ്മുടെ കല്യാണം നടക്കണമെന്ന് എനിക്ക് യാതൊരു ആഗ്രഹമില്ലേ. ഞാൻ നിന്റെ കൂടെ ജീവിക്കാനാണെങ്കിലും അതല്ല മരിക്കാനാണെങ്കിലും തയ്യാറാ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് നീ തന്നെ ആലോചിച്ചിട്ട് പറ. നിന്നെ വിശ്വസിച്ച് എന്നെ വേണം തല്ലാൻ. നിന്നെ പോലെ ഒരുത്തന്റെ പുറകെ നടന്ന ഞാനാ വീട്ടിൽ. അത്രയ്ക്ക് പേടിയുള്ളവനാണെങ്കിൽ പ്രേമിക്കാൻ നിൽക്കരുതായിരുന്നു. ഗോ ടു ഹെൽ. സിന്ധു, നമ്മൾ എങ്ങനെയാടി അകത്തൊന്ന് പോവാ? എടി നോക്ക, നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ. അല്ല, അത് നിന്റെ അച്ഛനല്ലേ? അതെ. നിന്റെ അച്ഛൻ സിഗരറ്റ് ഒക്കെ വലിക്കോ? എന്താ, നിന്റെ അച്ഛൻ സിഗരറ്റ് വലിക്കില്ലേ? ചേച്ചേ, എന്റെ അച്ഛൻ 24 കാരറ്റ് ഗോൾഡ് ആടി. അദ്ദേഹത്തിന്റെ ക്യാരക്ടറാണ് ക്യാരക്ടർ. ഇറങ്ങി പോട്ടെ. എന്തൊരു തള്ളാടാ ഇത്. മനുഷ്യനാണോ നീയൊക്കെ? കുടിച്ചില്ലെങ്കിൽ എന്താ ചത്തുവോ? എന്താണോ ആദ്യമായിട്ട് കുടിക്കാണോ ഞാൻ? ഇങ്ങനെ കുടിക്കണം ഒരു ക്വാർട്ടർ. നീ പറഞ്ഞത് ശരിയാ. നിന്റെ അച്ഛൻ 24 കാരറ്റ് ഗോൾഡാ. എന്താ സാറേ ഇന്ന് ഇത്ര ലേറ്റ് ആയി പോയേ? പെട്ടെന്ന് വന്നാൽ നിന്നെ കാണാൻ പറ്റില്ലല്ലോ. ഈ സാറിന്റെ ഒരു കാര്യം. അവനല്ലേ ഇത്? അവൻ തന്നെ. ഹലോ, എക്സ്ക്യൂസ് മീ, എവിടെ പോവാടോ? ഹലോ എടോ, താനിത് എങ്ങോട്ടായി പോകുന്നേ? എടുക്കെടുക്ക്, 50,000 രൂപ എടുക്കും. എക്സാക്ട്ലി 50,000. എന്തോന്ന് 50,000? എന്നാലും എന്തായിരിക്കും? എന്ത് ഉടായിപ്പാണല്ലോ. അങ്ങനെ വിട്ടാ പറ്റത്തില്ല. 50,000 കൊടുത്ത 5 figures coming. 5 figures. 1 week full enjoy. You know? വൃത്തികെട്ടവനെ, നീ എന്നെ പറ്റി എന്താ വിചാരിച്ച? എടി മണ്ടി, നീ ഇങ്ങനെ ദേഷ്യത്തോടെ സംസാരിച്ചാ നമുക്ക് കിട്ടാനുള്ള പൈസ കൂടെ കിട്ടില്ല. ഇതൊക്കെ ഒരു മയത്തിൽ വേണം കൈകാര്യം ചെയ്യാൻ. മയത്തിലോ? സർ, രാവിലെ എന്തോ ഒരു സമയദോഷം കൊണ്ട് നടക്കാൻ പാടില്ലാത്തൊരു തെറ്റ് സംഭവിച്ചു പോയി. തെറ്റ് സംഭവിച്ചു പോയെന്നോ? പിന്നെ നടന്നതെന്നോർത്ത് ഞാൻ മനസ്സിൽ വെച്ച് പെരുമാറില്ല കേട്ടോ. എന്നാലും തരാനുള്ള പേയ്മെന്റ് നിങ്ങൾ അങ്ങ് തരായിരുന്നെങ്കിൽ. അമ്മോ സാറേ, കറക്റ്റ് ടൈമാ സാറേ. ഇവിടെ 2 ഫിഗറുകളെ സെറ്റപ്പ് ആയിട്ട് നമ്മുടെ റേഞ്ച് വീണ് കിട്ടി. അതെ, എന്റെ കയ്യിലിപ്പോ ഒരു 10,000 കാണും.
അർജന്റായിട്ട് ഒരു 40 കിട്ടുക. എന്താണ് കുറച്ച് സംഭവം? പൈസ ഇറക്കിയാ ആ, അതിന്റെ അത് ഇരട്ടിയായി പിന്നെ- തിരിച്ച് പിടിക്കാം. ഞാൻ ഇവിടെ സ്ഥലത്തുണ്ട്. രാവിലെ ഇല്ലേ? സത്യമാണോ? ഉം. ഇങ്ങോട്ട് നീങ്ങുന്നേ വാന്ന്. ഏയ്, 50,000 അതെ സുന്ദരികളെ, നമുക്ക് നടന്നുകൊണ്ട് സംസാരിക്കാം. അത് പിന്നെ സർ 1000 വട്ടം കാല് പിടിച്ചിട്ട് 1000 കണ്ടീഷൻസ് പറഞ്ഞ് വാങ്ങി തന്നതാ എനിക്ക് ആ വണ്ടി. അതുകൊണ്ട് സർ ഞാൻ ഇത്രയ്ക്ക് അങ്ങ് അപേക്ഷിക്കുന്നു. അതെ, മാത്രല്ല പുള്ളി എന്നും കൂടി Is it true? അങ്ങനെയാണെങ്കിൽ ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് സോൾവ് ചെയ്യേണ്ട ഇഷ്യൂ ആണ്. ആ ശരി സാറേ. സോ ലേഡീസ്, സ്മോൾ ഗ്യാപ്പ്. ഇതുപോലുള്ള പാവം പിടിച്ച വെമ്പിളാരെ പറ്റിച്ച നീ ഒന്നും ഗുണം പിടിക്കത്തില്ലടാ. അതുകൊണ്ടാണ് പോകുന്നത്. ബ്രദർ ധൈര്യമായിട്ട് പോക്കോ. ഞാൻ നീ നോക്കിക്കോളാം. ദോഷിച്ച് പോയിട്ടുള്ളടാ. 50,000 ചോദിച്ചപ്പോ ആളങ്ങ് സ്കൂട്ടാന്ന് കണ്ടില്ലേ? സ്പോട്ട് ക്യാഷ് 10,000 രൂപ. അടുത്ത് തന്നെ റൂം. 1 മണിക്കൂർ പരിപാടി തീർക്കാന്നേ. ഇങ്ങ് അടുത്ത് വന്നേ. മോന്തക്കിട്ടൊന്നും തന്നാലുണ്ടല്ലോ. എന്താ പറ്റി എല്ലാരും ഡള്ളായിട്ടിരിക്കുന്നത്? ഇനി എങ്ങാനും നമ്മുടെ വിക്കിയുടെ കല്യാണം എല്ലാം സെറ്റ് ആയോ? ഡാ, നീ ഇതൊന്ന് നോക്ക്. അല്ല, പ്രിയയുടെ കല്യാണമായേ? എന്നാ പിന്നെ നമുക്ക് ഒരുമിച്ച് പോവാട്ടെ. നീ എന്തൊക്കെയാ പറയുന്നേ? അവനാണെങ്കിൽ ഈ കാര്യം അറിഞ്ഞ സമയം മുതൽ ആകെ ഭ്രാന്തി കയറി നടക്കുക. അതിനിടയില ദേ, നിന്നെ കല്യാണം കഴിക്കാൻ പ്രിയ റെഡിയാണോ? അവക്ക് ഓക്കെയാണ്, പക്ഷെ അവളുടെ അച്ഛൻ അയാളാണ് സമ്മതിക്കാത്തത്. എനിക്കൊരു സമാധാനമില്ല. എന്നെ എങ്ങനെയും ഒന്ന് ഹെൽപ്പ് ഡാ, ചെയ്യ്. കല്യാണത്തിന്റെ ഇനിയും സമയം കിടക്കല്ലേ? ഞാൻ നോക്കിക്കോളാം. നീ സമാധാനമായിട്ടിരിക്കും.